ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ബോട്ടം ലെയർ സോൾവ് ചെയ്യുന്ന പഠിച്ചു, മിഡിൽ ലെയർ സോൾവ് ചെയ്യുന്ന പഠിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് റിപ്പീറ്റ് കണ്ടിട്ട് കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ഈ ലെയർ ഫൈനൽ ലെയർ സോൾവ് ചെയ്യുന്ന സെക്ഷനിലേക്ക് വന്നതെന്ന് ഞാൻ കരുതിയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ അൽഗോരിതം, അതിന്റെ പൊസിഷൻസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കറക്റ്റ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ഫൈനൽ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മേലെ നോക്കുക. മേലെ നോക്കിയിട്ട് ഇത് കണ്ടോ, ഒരു കേസ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇതേപോലെ വരും. ഈ യെല്ലോ മാത്രം നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു കേസ് ഇവിടെ മേലെ വരും. പിന്നെ അത് ഇങ്ങനെ ഇത് കണ്ടോ, ഇവിടെ മാത്രം ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടോ, ഇതേപോലെ ഒരു കേസ് വരും. ഓക്കെ, ഇതേപോലെ ഒരു കേസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഈ യെല്ലോ ക്രോസ് ചെയ്യാന്നാണ്. അപ്പൊ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ യെല്ലോ വരുത്തി നമ്മൾ ആദ്യം ഡെയ്സി ക്രോസ് ചെയ്തില്ലേ, അതുപോലെ ഇവിടെ മൊത്തം യെല്ലോ ക്രോസ് ചെയ്യാന്നാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ടെണ്ണം കൂടി വന്ന് നമ്മുടെ യെല്ലോ ക്രോസ് ആയി കിട്ടും. അതിനുള്ള അൽഗോരിതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചില പൊസിഷൻസിൽ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ എനിക്കിവിടെ ഞാൻ ചെയ്യുന്ന കേസിൽ എനിക്ക് വരുന്ന കേസിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അനദർ കേസസ്, ഇത് ഏതൊക്കെ രീതിയിൽ കേസസ് വരും എന്നുള്ളത് ഞാൻ പിന്നീട് ഇമേജസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇടുന്നുണ്ട്. നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ആ കേസസ് വരും. അപ്പൊ അത് നോക്കി അതേപോലെ പൊസിഷനിൽ വെച്ച് നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ എനിക്കിവിടെ കിട്ടിയ കേസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, യെല്ലോ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ അതേ കണ്ട, ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടൽ രീതിയിൽ കിട്ടിയിട്ടുണ്ട്, സ്ട്രൈറ്റ് ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഇതായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസ് വരും, ഇങ്ങനെ കേസ് വരും. അപ്പൊ ഈ രണ്ട് കേസുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഏത് കേസ് വന്നാലും നമുക്ക് നേരെ നമ്മളിപ്പോ എങ്ങനെയാണോ നമ്മുടെ ഇത് പിടിച്ചേക്കുന്നത് അതുപോലെ തന്നെ പിടിക്കാം. ഇപ്പൊ ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രൈറ്റ് കേസ് ഇല്ല. ഇങ്ങനെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പിടിച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു പൊസിഷനിൽ നേരെ വരുന്ന രീതിയിൽ പിടിച്ച് മാത്രമേ അൽഗോരിതം അപ്ലൈ ചെയ്യുള്ളൂ, എന്നാലേ കറക്റ്റ് കിട്ടുള്ളൂ നിങ്ങൾക്ക്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കേസും കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു കേസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ക്രോസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതം നമുക്ക് ഒരു അൽഗോരിതം മാത്രമേ ഉള്ളൂ അതിന്. ഈ ഒരു അൽഗോരിതം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോസ് കിട്ടും. അപ്പൊ ആ ക്രോസ് കിട്ടുന്നത് വരെ നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു പൊസിഷൻ വരുമ്പോഴുള്ള അൽഗോരിതം, ഇതും വരുന്ന അൽഗോരിതം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട അൽഗോരിതം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കാം, നിങ്ങൾ നോക്കി പഠിക്കണം. അതിന്റെ മൂവിങ്ങും കാണിക്കുന്നുണ്ട്. അതിന്റെ മൂവിങ്ങും നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഇപ്പൊ ഇങ്ങനെയല്ലേ, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എഫ് കണ്ടോ, എഫ് പിന്നെ യു പിന്നെ ആർ. ഓക്കെ, പിന്നെ യു ഡാഷ് പിന്നെ ആർ ഡാഷ് പിന്നെ എഫ് ഡാഷ്. ഇതാണ് നിങ്ങൾ അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെ ഇരുന്ന സംഭവം നേരെ മാറി, യെല്ലോ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊസിഷൻസ് മാറി. സോ നമുക്കിപ്പോ കേസ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് കണ്ടോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞല്ലോ, ഇത് കണ്ടോ ഇതേപോലെ വരുമെന്ന് പറഞ്ഞല്ലോ. എന്റെ നേരെ റൂബിക്സ് ക്യൂബ്, അതായത് നമ്മുടെ നേരെ റൂബിക്സ് ക്യൂബ് പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പിടിക്കണം. നേരെ ഇങ്ങനെ ചെയ്ത് പിടിച്ചാൽ നമുക്ക് അൽഗോരിതം കറക്റ്റ് അപ്ലൈ ആകത്തില്ല. നമ്മൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കണം. നമ്മൾ വീണ്ടും നമ്മൾ അൽഗോരിതം അപ്ലൈ ചെയ്യുക. എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. കണ്ടോ, നമ്മളിപ്പോ എന്താ ചെയ്തേക്കുന്നത്, ഒരു അൽഗോരിതം മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് വരുന്ന രണ്ട് കേസസിൽ നമ്മൾ എങ്ങനെയാണ് ഇതേപോലെ ക്രോസ് ആക്കുന്നത്. കണ്ടോ, നമ്മൾ ആദ്യമേ നമ്മൾ ഡെയ്സി ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇതിലും മേലെ ഫൈനൽ ലെയറിൽ നമ്മളൊരു ക്രോസ് ഉണ്ടാക്കുക, യെല്ലോ ക്രോസ് ഉണ്ടാക്കുക എന്നതാണ് ഈ എപ്പിസോഡ്. കണ്ടോ, നമ്മളിപ്പോൾ ഒരു യെല്ലോ ക്രോസ് നമ്മളിവിടെ മേക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു യെല്ലോ ക്രോസ് ഒരു അൽഗോരിതം മാത്രം അപ്ലൈ ചെയ്ത് ഡിഫറൻറ്റ് സ്റ്റൈലിൽ വരുമ്പോൾ, പല സ്റ്റൈൽ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഒരു അൽഗോരിതം മാത്രം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്ത്. അപ്പൊ എനിക്ക് വരാത്ത സിറ്റുവേഷൻസ് ഞാൻ ഇമേജസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അതേപോലെ വരും. അപ്പൊ നിങ്ങൾ അതേപോലെ പൊസിഷൻ പിടിച്ചതിന് ശേഷം മാത്രം അൽഗോരിതം അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഈ യെല്ലോ ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക.
ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഫുൾ യെല്ലോ മാച്ച് ചെയ്യുന്ന ഈ ഫുൾ യെല്ലോ വരുന്ന മാച്ച് ചെയ്യുന്ന അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ഇത്രയും പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് കറക്റ്റായിട്ട് കേട്ട് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് വരിക, യെല്ലോ ഫുള്ള് മാച്ചപ്പ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക്. ഓക്കെ, ശരി.